ഉമ്മനെ വിളിച്ചു. ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സലാത്തുൽ ഫജ്റിൽ കിടക്കുക. ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ അവസ്ഥ, എന്റെ മകൾക്ക് വന്ന അവസ്ഥ ഒരാൾക്കും വരാതിരിക്കാൻ നിങ്ങൾ പാപ ദുആ ചെയ്യണേ. എന്റെ മകളെ കണ്ണീരിലാണ്, എന്റെ മകളെ കണ്ണീരിലാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഉമ്മ? എന്നോട് പറയാണ്, എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. എന്റെ മരുമകൻ 2 മാസം നാട്ടിൽ നിന്നു. ആ നാട്ടിൽ നിന്നിട്ട് എന്റെ മകളുമായിട്ടുള്ള ജീവിതത്തില് 2 മാസം എന്റെ മകളെ കൂടെ അവളെ ഭർത്താവ് നിന്നു. അങ്ങനെ ആ 2 മാസം ജീവിതം ചെലവഴിച്ചു. 3-ാമത്തെ മാസം എന്റെ മരുമകനെ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എന്റെ പൊന്നുമോളെ ഗർഭിണിയായി. അവന് പറഞ്ഞു, ഞാൻ പോണില്ല ഉമ്മ, ഞാൻ പോണില്ല. എന്റെ ഭാര്യ സഹധർമ്മിണി ഗർഭിണിയാണ്. മോനെ കടങ്ങൾ ഒരുപാടില്ല, ഉമ്മാടെ കുട്ടി ദുബായിക്ക് പോണം. അങ്ങനെ ദുബായിക്ക് പോയി. 7 മാസമായപ്പോ സഹധർമ്മിണി വിളിച്ചു പറഞ്ഞു, കാക്ക നാട്ടിലേക്ക് വരണേ. ഒരു ഭാര്യന്റെയും ഭർത്താവിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അവര് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ കൊടുക്കുന്ന സ്നേഹമാണ്. അങ്ങനെ 7 മാസമായപ്പോ ഭാര്യ വിളിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളെ നാട്ടിലേക്ക് വരണം. ഇക്ക പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുക്കാം. ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ, ഞാൻ നാട്ടിലേക്ക് വരികയാണ്. ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ, ഒരുപാട് കടങ്ങളുള്ളതല്ലേ, കുറച്ച് മാസം കൂടി കഴിഞ്ഞിട്ട് ഉമ്മാന്റെ കുട്ടി വന്നാ മതി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പണിക്ക് പോകാതെ ഈ കുഞ്ഞുമോനെ ഫോൺ ഇങ്ങനെ വിളിക്കും. 9 മാസം കഴിഞ്ഞു, ഭാര്യ പ്രസവിച്ചു. പിന്നെ അവന് പണിക്ക് പോണില്ല. എല്ലാ ദിവസവും അവന് ഫോൺ വിളിയാണ്. തന്റെ കുട്ടി എങ്ങനെ കാണാണ് വീഡിയോ കോൾ ചെയ്തിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്റെ കുട്ടിയെ തോളിട്ടിട്ട് എനിക്ക് താരാട്ട് പാട്ട് പാടണം. ഞാൻ നാട്ടിലേക്ക് വരികയാണ്. എന്റെ മകനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഉറങ്ങുമ്പോഴും എന്റെ മകനാണ്, ഭക്ഷണം കഴിക്കുമ്പോഴും എന്റെ മകനാണ്. അതുകൊണ്ട് ഉമ്മ ഞാൻ നാട്ടിലേക്ക് വരികയാണ് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, വിഷമിക്കണ്ട മോനെ, കുറച്ചുമ്മാനെ കടം വീട്ടിൽ ഉമ്മാനെ കുട്ടി വന്നാൽ മതി, ഇങ്ങനെ പണിക്ക് പോകൂല. എന്നിട്ട് ഭാര്യയും മക്കൾ ഇങ്ങനെ ഫോണ് വിളിക്കും. അങ്ങനെ ഉമ്മ പറഞ്ഞു, ഉമ്മാനെ കുട്ടി പോരെ. അങ്ങനെ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തു. നാട്ടിലേക്ക് വരുന്നതിന്റെ പിറ്റേ ദിവസം കിടന്നുറങ്ങിയതാണ്. ആ ഉറക്കത്തിൽ ആ ചെറുപ്പക്കാരൻ അറ്റാക്ക് വന്ന് മരിച്ചു. ആ പൊന്നുമോന്റെ ജനാസ മകനെ കാണാൻ ആഗ്രഹിച്ച് പറയത്തില്ലേ, മകനെ കാണാതെ ഉറക്കം വരുന്നില്ല. അവസാനം ആ പൊന്നുമോന്റെ ജനാസയാണ്. അവസ്ഥ അല്ലാഹു നമുക്ക് തരാതിരിക്കട്ടെ. നമ്മളെ പ്രവാസികൾ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നോട് പറയാം, അങ്ങനത്തെ അവസ്ഥ വരാതിരിക്കാൻ ദ്വാരിക്കണം. അപ്പൊ അതുകൊണ്ട് അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാരും മോനെ ആ കവറവിടെ എത്തിയ മക്കളെ കവറ് എല്ലാരും നിങ്ങൾ എല്ലാരും ഓരോന്ന് വാങ്ങണം. ഇൻഷാ അല്ലാഹ് ഡിസംബർ 30-ാം തീയതി അല്ലെ, നവംബർ അല്ലെ, എന്ന കല്യാണം? നവംബർ 30-ാം തീയതി 20 മക്കളെ കല്യാണം. നവംബർ 28 എന്നാ പറയും കാക്ക? എന്നാൽ നവംബർ 30. അപ്പൊ ഈ സൈദുൽ ഉസ്താദ് എവിടെ? നിങ്ങളല്ലേ ഇതൊക്കെ അടിച്ച്? ഞായറാഴ്ച. എന്താ മാഷേ ആ കണ്ണാടി വിരച്ചാണ്. അപ്പോ നവംബർ 30-ാം തീയതി ഇന്നലെ ഒരു എത്തിയും കുടുംബം വന്ന് ഇന്നലെ വന്നിട്ട് പറയാ, എന്റെ കുട്ടി ഏറ്റെടുക്കണം.
യതീമാ 4 പെൺകുട്ടികളാ. എന്താ ചെയ്യാ? വീട് നാട്ടുകാര് വെച്ചു തന്നു. കെട്ടിക്കാൻ ചോദിച്ചപ്പോ പ്രയാസമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാരും ഈ ഖബറ് നിങ്ങൾ വാങ്ങിക്കണോ? അപ്പോ നമ്മൾ നിയ്യത്ത് വെക്കാൻ പോവാണ്. ഇരുത്തം അള്ളാഹു വെറുതെ ആക്കാതെക്കട്ടെ. നിങ്ങൾക്കറിയോ, ഇത്രയും ജനങ്ങൾ കൂടുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇവിടെ വന്നിട്ട് ഫضല് കിട്ടിയതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ മിഞ്ഞാന്നൊരു 15 ലക്ഷം ഒരു ആ കുടുംബം വന്നിക്കണോ? കേരളത്തില് സുഫിയ എവിടുന്ന് പോലെ വന്ന് സിദ്ധങ്ങൾ പോയ ഒരു കുടുംബം അള്ളാഹു തന്ന നിയമത്തെ അല്ലെ, ഒരു 15 ലക്ഷം റുപ്യക്ക് ഓപ്പറേഷൻ പറഞ്ഞത് EMS എന്നാ പറഞ്ഞത്. അള്ളാഹു തന്ന നിയമത്താണ്. ഇൻഷാ അല്ലാഹ് എല്ലാരും ഓരോ കവറ് വാങ്ങിക്കോളേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്നായിട്ട് നമ്മളെ കൂടെ കൊടുക്കാൻ കഴിയില്ല. 1000 റുപ്യ എടുത്തിട്ടുള്ള സമ്പത്തുള്ളാഹു തരട്ടെ. എല്ലാരും തേന് വാങ്ങില്ല. മദ്രസ തുടങ്ങാൻ കേട്ടോ. നിയ്യത്ത് വെക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഇത് പിന്നെ എല്ലാ നിലയിലും അല്ലാഹു സന്തോഷം അല്ലാഹു നമുക്ക് നൽകട്ടെ. പഠിച്ചോ, നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ അല്ലാഹു തരാതിരിക്കട്ടെ. ഇനിയും എത്തിയ മക്കളെ നോക്കാനുള്ള സമ്പത്ത് അല്ലാഹു തരട്ടെ. എല്ലാവരും കവറ് വാങ്ങിക്കോളി. മക്കൾക്ക് വാങ്ങിക്കോ, മരുമക്കൾക്ക് വാങ്ങിക്കൊന്നും വെറുതെ ആവില്ല. എല്ലാ മാസവും ഒരു 1000 റുപ്യ നമ്മൾ എത്തിമക്കൾക്ക് മാറ്റി. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് 66 എത്തിമക്കൾക്ക് പൈസ വിതരണം ഉണ്ട് ഇവിടെ. ഇപ്പൊ ഇത് കഴിഞ്ഞാല് ആ ഓരോ ദുആ മതി നമുക്ക് രക്ഷപ്പെടാം. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ മജ്‌ലിസ് കഴിഞ്ഞാല് 66 എത്തിമക്കൾക്കുള്ള പൈസ ഇവിടെ വെച്ച് ഇപ്പൊ വിതരണം ചെയ്യും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഒക്കെ നമ്മളെ മക്കളാണ് കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.